ഫസ്റ്റ് ദിവസം പെരുമ്പാവൂരുള്ള ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് നടന്നത് സിനിമയുടെ. അപ്പോൾ എനിക്ക് ആരെയും അറിയില്ല ഇൻഡസ്ട്രിയിൽ. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ലൊക്കേഷനിൽ ഇറങ്ങിയ മുതൽ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. യൂണിറ്റിലെ ചേട്ടന്മാരായാലും പ്രൊഡക്ഷനിലെ ചേട്ടന്മാരായാലും മേക്കപ്പിൻ്റെ ചേട്ടന്മാരായാലും എഗെയിൻ എല്ലാവരെയും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇറങ്ങുമ്പോൾ തന്നെ സന്തോഷമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അന്ന് ഒരാളെയും പരിചയമില്ല സെറ്റിൽ. ആകെ അറിയാവുന്ന പിഷാരടിയെ മാത്രമാണ്. താസാറോട് അതിനു മുമ്പ് വളരെ ഫോമലായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ടെൻഷനിൽ തന്നെയാണ് ഞാൻ ചേർന്നത്. പെരുമ്പാവൂരിലൊരു വീട്ടിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സീൻ പിഷാരടിയുടെ കൂടെ തന്നെയായിരുന്നു. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സീനൊക്കെ വായിച്ച് പഠിച്ച് ഇങ്ങനെ റെഡിയായിരുന്നു. പിന്നെ കോസ്റ്റ്യൂമൊക്കെ വന്നു, ഒക്കെ റെഡിയായി സാരിയൊക്കെ കൊടുത്തിങ്ങനെ ഇരുന്നു. അതിനുശേഷം താസാറ് വന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുടെ സാദത്തിക്ക, ഇതിൻ്റെ ക്യാമറാമാൻ, അദ്ദേഹം വളരെ കൂളായിട്ടുള്ളൊരു ആൾ തന്നെയായിരുന്നു. ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമ മുതലാണ് ഡബ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഡബ്ബിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ സിനിമയിൽ മിസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ ശരിക്കും നഷ്ടപോകുന്നു തോന്നുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിലപ്പെട്ട പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓർത്ത് സൂക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മുടെ ശബ്ദമില്ല എന്ന് പറയുന്നത് വലിയ മിസ്സിങ് തന്നെയാണ്. ബട്ട് എഗെയിൻ എനിക്ക് സൗണ്ട് നൽകി അവരത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിനയത്തിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ കോംപ്ലിമെൻ്റ് ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ സിനിമയിൽ കരഞ്ഞത് അതിങ്ങനെ ഒരു പിഷാരടി നമ്മളോട് കള്ളം പറയുകയാണ്, വേറൊരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നൊക്കെ അറിയുമ്പോൾ അതിങ്ങനെ മാറി നിന്ന് കാണുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഗ്ലിസറിൻ ഇട്ട ഷോട്ട്. മിനി സ്ക്രീനിൽ അതിന് മുമ്പും സത്യം പറഞ്ഞാൽ ഗ്ലിസറിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സിനിമയിൽ എൻ്റെ ഫസ്റ്റ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ആ ഒരു ഷോട്ടിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാമിലൂടെയാണ് ഞാൻ അതൊക്കെ ഒരു സംഭവമാണല്ലോ, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് ആലോചിക്കുന്നത്. അന്ന് ജസ്റ്റ് ഷോട്ട് ഇതാണെന്ന് പറഞ്ഞു, നമ്മൾ ഗ്ലിസറിൻ ഇട്ടു, അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം സിനിമ തിയേറ്ററിൽ കണ്ടത് ഞാൻ സരിതയിലാണ് സിനിമ തിയേറ്ററിൽ കണ്ടത്. ആൻഡ് അന്ന് വെച്ചാൽ ഞാൻ ആൽബമൊക്കെ ചെയ്തിരുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിനൊക്കെ എന്നെ തിരിച്ചറിയായിരുന്നു. ആ പേരൊന്നും ആർക്കും അറിയില്ല. ഇന്ന ആൽബത്തിൽ ഇന്ന കുട്ടിയല്ലേ എന്നിങ്ങനെ യങ്സ്റ്റേഴ്സ്, കോളേജിലുള്ള കുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ ചോദിക്കുമായിരുന്നു. സീരിയൽ ചെയ്തതിന് ശേഷം വീട്ടമ്മമാർ എന്നെ ആ സീരിയലിലും എൻ്റെ പേര് സറിയൂന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഗുണം എനിക്ക് ആ സീരിയൽ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പല ആക്ട്രസിനെയും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെയും പലപ്പോഴും കഥാപാത്രങ്ങളുടെ പേരിലാണ് മിനി സ്ക്രീനിൽ അറിയപ്പെടുക. ഇത് ഈ ഒരു പേരിൽ തന്നെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടമ്മമാരൊക്കെ സീരിയൽ ചെയ്തിരുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ കാണുമ്പോൾ സറിയുമല്ലേ, മോളുടെ ശരിക്കുള്ള പേരെന്താണ്, അങ്ങനെയൊക്കെ വന്ന് പരിചയപ്പെട്ടായിരുന്നു. പക്ഷേ ജനറലി നമ്മളെ ആൾക്കാർ തിരിച്ചറിയുക എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യ സിനിമ ഇറങ്ങുന്നവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ കുട്ടിയെ പോലെ തന്നെയായിരുന്നു നമ്മൾ. ഞാൻ എറണാകുളം സരിതയിലാണ് സിനിമ കണ്ടത്. സെക്കൻഡ് ഷോ ആണ് ഞാൻ കണ്ടത്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയാണ് കണ്ടത്. ഞാനിങ്ങനെ ശ്വാസം അടക്കി ഇരിക്കുകയായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷനൊക്കെ വരാനായിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രിവ്യൂ കണ്ടത് എനിക്ക് സിനിമ കണ്ടതൊന്നും ഓർമ്മയില്ല. നമ്മളിങ്ങനെ എന്തൊക്കെയോ കണ്ടുപോയി എന്ന് മാത്രം. അതിനുശേഷം ഇൻ്റർവെലായപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഇപ്പോഴും ആൻറ്റിമാരൊക്കെ പറയുന്നത് ഇത് മറ്റേ കുട്ടിയല്ലേ, നമ്മുടെ ഇന്ന സീരിയൽ ഇന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷമായി, നമ്മളെ കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമായി. എഗെയിൻ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇങ്ങനെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു, വീട്ടമ്മമാർക്കൊക്കെ ഓഫ് കോഴ്സ് അറിയാം, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു നന്നായിരുന്നു മോളെ, എന്താ പേര്, എറണാകുളത്ത് തന്നെയാണ് വീട്, നന്നായി ചെയ്തു, ഇനിയും സിനിമകൾ നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബ്ലെസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ കൂടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമാണ് ഉള്ളത്. നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ലൊക്കേഷനിൽ നിന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ സിനിമ റിലീസ് ആയതിനു ശേഷവും ആ സിനിമയിലെ എക്സ്പീരിയൻസുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ഫിലിം, അതായത് മൈ ഫസ്റ്റ് ഫിലിം, അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. കാരണം കഴിഞ്ഞുപോയ കുറച്ച് നല്ല ദിവസങ്ങളെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില സുവർണ ദിനങ്ങളെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായും ഉണ്ട്. ആ ഒരു സമയത്തേക്ക് തിരിച്ചു പോകാൻ ഒന്ന് ആലോചിക്കാനൊക്കെ ഈ ഒരു പ്രോഗ്രാം തന്നെ ഉപകരിച്ചു എനിക്ക്. അതേപോലെ തന്നെ പ്രേക്ഷകരും എൻ്റെ കുറച്ച് രസകരമായ ഓർമ്മകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വിലപ്പെട്ടതാണ്. എന്നും കൂടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.